കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി ബീഹാർ രാഷ്ട്രീയത്തിലെ തോഴൻ, കുതന്ത്രങ്ങളുടെ തോഴൻ ഭരണം നടത്തി വരികയാണ്. തുടക്കകാലത്ത് ലാലു പ്രസാദ് യാദവിനോടൊപ്പം ചേർന്ന് നിന്ന് രാഷ്ട്രീയ അങ്കത്തട്ടിൽ അടവുകളെല്ലാം സ്വായത്തമാക്കി കളം പിടിച്ച നിതീഷ് ബീഹാറിൻ്റെ മണ്ണിൽ പിടിച്ചു കയറുകയായിരുന്നു. പിന്നീട് RJDക്കൊപ്പം നിന്ന് മത്സരിക്കുകയും ബീഹാറിൽ നിർണായകമായ സ്വാധീനമായി സീറ്റുകൾ പിടിച്ചടക്കിക്കൊണ്ട് സർക്കാർ രൂപീകരണത്തിന് മുന്നേ മുഖ്യമന്ത്രി പദത്തിനായി വാദിച്ച് ലാലു പ്രസാദ് യാദവുമായി ഇടഞ്ഞ് NDAയിൽ ചേക്കേറി BJPയോട് വിലപേശി മുഖ്യമന്ത്രി പദത്തിൽ ഏറി. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി കാലുമാറി കളിച്ച് ബീഹാർ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുന്ന നിതീഷിന് ഇത്തവണ പക്ഷേ ചുവട് പിഴയ്ക്കുന്നതായാണ് വാർത്തകൾ വരുന്നത്. ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് BJP മുന്നോക്കക്കാരുടെ മാത്രം പാർട്ടിയായിരുന്നു. ലാലു പ്രസാദിന്റെ ഭരണകാലത്ത് BJPയെ ബീഹാറിൽ ഒരു തരി പോലും തലപൊക്കാൻ അനുവദിച്ചിരുന്നുമില്ല. ബീഹാറിൽ നിന്നും ഒരു BJP നേതാവിനെ പോലും ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിട്ടുമില്ല. ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് നുഴഞ്ഞു കയറാൻ BJPക്ക് കിട്ടിയ ഏറ്റവും നല്ല ആയുധമായിരുന്നു നിതീഷ് കുമാർ. അങ്ങനെ നിതീഷ് കുമാറിനെ മുൻനിർത്തി BJP ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു. തൻ്റെ അധികാരം നിലനിർത്താൻ സംസ്ഥാനത്തിനെ തന്നെ BJPക്ക് പണയം വെച്ച നിതീഷിന് പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റുകയായിരുന്നു. നിതീഷ് കുമാറിൻ്റെ നീക്കങ്ങളെ മുഴുവൻ പിന്നെ മോദി നിയന്ത്രിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. നിതീഷ് കുമാറിൻ്റെ സർക്കാരിനെ റിമോട്ട് കൺട്രോൾ സർക്കാർ എന്ന പരിഹാസം നിലനിൽക്കുമ്പോൾ തന്നെയാണ് JDU BJP വിള്ളലുകൾ രൂപമെടുത്തത്. അകപ്പോര് രൂക്ഷമായി നിൽക്കുമ്പോഴും നിതീഷിന് BJPയെ പരസ്യമായി തള്ളാനോ BJPക്ക് നിതീഷിനെ മാറ്റി നിർത്താനോ കഴിയാത്ത അവസ്ഥയാണ്. കാരണം നിതീഷിനെ അധികാരത്തിൽ തുടരണമെങ്കിൽ BJPയുടെ പിന്തുണ ആവശ്യമാണ്. ഒരു പഴുത് കിട്ടിയാൽ RJD നിതീഷിനെ ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്നും പിഴുതെറിയുമെന്നും അവർക്കറിയാം. അതുപോലെ BJPക്ക് JDU നിതീഷ് കുമാർ ഒരു പിടിവള്ളിയായി വേണം. അല്ലെങ്കിൽ മരുന്നിന് പോലും BJPയെ ബീഹാറിൽ കണ്ടു കിട്ടില്ല എന്നതും അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അസ്വാരസ്യങ്ങൾ നിലനിൽക്കുമ്പോഴും നിതീഷ് കുമാർ പൊട്ടിത്തെറി നടത്താതെ ടൈം ബോംബിൻ്റെ മുകളിൽ അടയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുകയുകയാണ് ബീഹാറിൽ. നിതീഷ് ഇത്തവണയും തൻ്റെ ആധിപത്യം ഉറപ്പിച്ച് മുഖ്യമന്ത്രി പദത്തിൽ ഏറിയപ്പോൾ മുറമുറപ്പുണ്ടെങ്കിലും BJP മറുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ തന്ത്രം BJP അണിയറയിൽ മുറുക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിൽ തന്നെ BJP ആദ്യ വെടി പൊട്ടിച്ചു കഴിഞ്ഞു. ആഭ്യന്തരം നിതീഷിൽ നിന്നും അടർത്തി BJPയിലേക്ക് മാറ്റി കഴിവുകെട്ട ഭരണമെന്ന് ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ നിതീഷിനെ തളയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇപ്പോഴത്തെ പാറ്റ്നയിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് അടുത്ത 15 ദിവസത്തിനകം ബീഹാറിൽ വൻ അഴിച്ചുപണി നടക്കുമെന്നതാണ്. ആരൊക്കെ വാഴും ആരൊക്കെ വീഴും എന്നതാണ് പ്രധാന വിഷയം. തീച്ചൂളയിൽപ്പെട്ട് ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയുടെ കാർമേഘമാണ് നിതീഷിന് മുകളിൽ ഉരുണ്ടു കൂടുന്നത്. ഇതോടെ നിതീഷ് കുമാർ സഖ്യം അവസാനിപ്പിക്കുമോ അതോ മുഖ്യമന്ത്രി പദം രാജിവെക്കുമോ എന്ന ചോദ്യം ഉയരുകയാണ് ബീഹാറിൽ. പഴയ പോലെ അല്ല നിതീഷിൻ്റെ അവസ്ഥ. പഴയ ആവേശമോ കരുത്തോ ഇല്ല നിതീഷിനിപ്പോൾ. പ്രായാധിക്യത്തിൽ കാര്യങ്ങൾ കൈവഴുതി പോകുന്നു എന്ന സ്ഥിതിയാണ്. സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ശക്തി ആഭ്യന്തര വകുപ്പ് എന്നിരിക്കെ BJP അത് പിടിച്ചടക്കി. ചുരുക്കത്തിൽ പറഞ്ഞ നിതീഷ് കുമാറിൻ്റെ 2 കരങ്ങളും BJP വെട്ടിക്കളയുകയായിരുന്നു. ഇപ്പോൾ ദുർബലനായ മുഖ്യമന്ത്രി എന്ന് പ്രതിപക്ഷം നിതീഷിനെ മുദ്ര കുത്തിയിരിക്കുകയാണ്. BJPയിൽ നിന്നുള്ള 2 ഉപമുഖ്യമന്ത്രിമാരെ നിയമിച്ച് നിതീഷിൻ്റെ ഇടത്തും വലത്തും നിർത്തി BJP നേതാവായ സ്പീക്കറും കൂടി ചേരുന്നതോടെ സർക്കാർ BJPയുടെ നിയന്ത്രണത്തിൽ ആയിക്കഴിഞ്ഞു. ഭരണപരമായുള്ള വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും തൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്നും സ്വന്തം പാർട്ടിയിൽ നിന്നുമൊക്കെ ഏറെ സമ്മർദ്ദവും വെല്ലുവിളികളും നിതീഷ് കുമാറിനെ ത്രിശങ്കുവിൽ ആക്കുന്നുണ്ട്. നിതീഷ് കുമാറിൻ്റെ മകൻ നിഷാന്ത് കുമാറിനെ സജീവ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് പാർട്ടിയുടെ നേതൃത്വം നിഷാന്തിനെ ഏൽപ്പിക്കണമെന്നുമുള്ള ശക്തമായ വാദങ്ങളും പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. ഇത് മുതലാക്കിയാണ് BJP ചില തന്ത്രങ്ങൾ മെനയുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. നിതീഷിനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും മാറ്റുക, തുടർന്ന് നിഷാന്തിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് BJPയുടെ തന്ത്രം. ഇതോടെ JDUവിനെ വെറുപ്പിക്കാതെ തന്നെ ബീഹാർ അധികാരം പൂർണ്ണമായി BJP പിടിച്ചടക്കുക എന്ന ലക്ഷ്യമാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. സഖ്യകക്ഷികൾക്കിടയിലെ രാജ്യസഭാ സീറ്റ് തർക്കം വളരെ രൂക്ഷമായി നിതീഷിന് തലവേദന കൂട്ടുകയാണ്.
JDUവിൻ്റെ പക്കലുള്ള 2 സീറ്റുകൾ ഇത്തവണയും വിട്ടു നൽകില്ല എന്നതാണ് നിതീഷ് കുമാറിൻ്റെ നിലപാട്. സഖ്യകക്ഷികളായ ചിരാഗ് പാസ്വാനും ഉപേന്ദ്ര കുശ്വാഹയും ഈ സീറ്റുകൾക്കായി ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. NDA സഖ്യം സീറ്റ് നൽകിയില്ലെങ്കിൽ തേജസ്വി യാദവിൻ്റെ RJDയുമായി കൈകോർക്കാനും താൻ മടിക്കില്ല എന്ന ചിരാഗ് പാസ്വാന്റെ ഭീഷണി നിതീഷിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കേന്ദ്രത്തിൽ ലക്ഷ്യമിടുന്ന ഉപേന്ദ്ര കുശ്വാഹയും രാജ്യസഭ ലക്ഷ്യമിട്ട് ചരടുവലികൾ നടത്തുന്നുണ്ട്. ഇതിനിടയിൽ JDUവിൽ നിന്ന് തന്നെ BJPക്കെതിരെ കലാപക്കൊടി ഉയർന്നു കഴിഞ്ഞു. ഇതിനിടയിൽ JDU നേതാവ് സൗരവ് സിംഗ് റാണ BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാട്ട് ചൗധരിക്കെതിരെ നടത്തിയ രൂക്ഷ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിച്ചു. 2025 അവസാനം ഒരു വനിതാ ഡോക്ടറുടെ നിക്കാബ് വലിച്ചൂരിയത് വൻ വിവാദത്തിന് വഴിവെച്ചു. അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ കോലാഹലങ്ങളും നിതീഷിനെ പിടിച്ചുലച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ബീഹാർ തിരഞ്ഞെടുപ്പിൽ BJPയും JDUവും കൂട്ടിച്ചേർന്ന് നടത്തിയ തിരഞ്ഞെടുപ്പ് തട്ടിപ്പും SIR തിരിമറിയും വോട്ട് കൊള്ളയും തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് നടത്തിയ പണവിതരണവും അടക്കം ഇപ്പോൾ കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നിതീഷ് ഇപ്പോൾ ആർക്കും വേണ്ടാത്ത കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് ബീഹാറിൽ നിന്നും തോറ്റ MLA സ്ഥാനാർത്ഥികൾ പാറ്റ്ന കോടതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ സത്യം കോടതിക്ക് ബോധ്യമാവുകയും കള്ളക്കളികൾ നടന്നോ എന്ന് തെളിയുകയും ചെയ്താൽ മോദിയും ജ്ഞാനേഷ് കുമാറും നിതീഷ് കുമാറും നിയമത്തിൻ്റെ അഴിക്കുള്ളിൽ പെടുമെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നിരിക്കലും ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷിൻ്റെ കയ്യിൽ ഒതുക്കി വെച്ച ബ്രഹ്മാസ്ത്രം പ്രതിയോഗികൾക്ക് നേരെ എങ്ങനെ തൊടുക്കുമെന്നത് ആർക്കും അനുമാനിക്കാൻ പോലും കഴിയില്ല എന്നത് മുന്നിലുള്ളതുകൊണ്ട് BJPക്കും കടുത്ത ആശങ്കയാണ്. ഒരുപക്ഷെ എല്ലാം തകർത്ത് പുതിയ ഒരു കൂട്ടുകെട്ടിന് പോലും നിതീഷ് അവിടെ മുതിർന്നാൽ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലും മോദി തകരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇതൊക്കെ നോക്കിക്കണ്ട് ബീഹാർ രാഷ്ട്രീയത്തിൽ RJD കളം നിറയുന്ന കാഴ്ചയും നമുക്ക് കാണാം. എന്ത് തന്നെയായാലും 4 സൈഡിൽ നിന്നും നിതീഷിന് നേരെ വന്നെടുക്കുന്ന മിസൈലുകൾ ലക്ഷ്യം കണ്ടാൽ ഇക്കാലത്ത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിസ്ഫോടനമാവും അത്. അതിൻ്റെ പ്രകമ്പനം അങ്ങ് ഡൽഹിയെ തന്നെ വിറങ്ങലിപ്പിക്കും. ഒരുപക്ഷെ നില ഭദ്രമെന്ന് കരുതി അധികാരത്തിൽ വിലസുന്ന മോദിയും തകർക്കപ്പെടും. ആ സ്ഫോടനത്തിന് നമുക്ക് കാത്തിരിക്കാം. നിതീഷ് കുമാറോ മോദിയോ? വരും ദിവസങ്ങളിൽ തന്നെ ആര് വീഴും ആര് വാഴും എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.